ഹലോ. അപ്പം ഇന്ന് നമുക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും മധുരം കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു വെള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ആരെടുത്ത് സോഫ്റ്റ് ആയ ഒരു അപ്പാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ ഞാൻ 1.5 കപ്പ് പച്ചരി കുതിർത്തിയത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്കായ ചേർത്തി കൊടുക്കാം. ഒരു 2 കപ്പോളം തേങ്ങാപ്പാൽ അധികം കട്ടില്ലാത്ത എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് ചോറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലും പാടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഞാൻ നല്ലവണ്ണം ഒന്ന് കുത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഏകദേശം 2 കപ്പ് കൃത്യമാണ് കേട്ടോ, 1.5 കപ്പ് പച്ചരിക്ക്. അപ്പോൾ അതാ ലൂസായിട്ട് തന്നെ വേണം. ഇനി ഇത് ഞാൻ ഒരു കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് പാന് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാവ് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡ് വശം കുമിളകൾ വരുന്ന സമയത്ത് നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം മാവ്. അങ്ങനെ ഇതിൻ്റെ വിസിൽ മാറ്റിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. പിന്നെ മുകളിൽ നല്ല ആവി എടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റോ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം അത് അടിച്ച് തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തണുത്തതിന് ശേഷം അതാ നമ്മൾ സൈഡൊന്നും വിടുവിച്ചെടുക്കേണ്ട, വെറുതെ ഒന്ന് കുക്കർ തട്ടി കൊടുത്താൽ മതി. നല്ല അടിവശം കരിയാത്ത നല്ല വെള്ളക്കൽത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു വെള്ളക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ 5 മാസം മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ചിക്കൻ കറിൻ്റെ, മീൻ കറിൻ്റെ, ബീഫ് കറിൻ്റെ ഏതിൻ്റെ കൂടെയും കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് വെറുതെയും കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി വെള്ളക്കൽത്തപ്പം ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.